Good morning. Good morning. Morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മോർണിംഗ് സർക്കിളിൻ്റെ പുതിയൊരു സെഷനിലേക്കാണ്. ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ എടുത്തിരിക്കുന്നത് സജ്ന അലി മാം ആണ്. മാം ഒരു സ്റ്റുഡൻറ് കൗൺസിലറാണ്, അതുപോലെ ഒരു പാരൻറ്റിങ് കോച്ചാണ്. സ്കൂൾ കാലഘട്ടം മുതൽ, ചെറുപ്പകാലം മുതൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും കൂടെയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സജ്ന മാമിനെ ഇന്നത്തെ സെഷൻ എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. Good morning, all. Good ഗുഡ് morning. മോർണിംഗ്. Morning. ഇൻട്രോ തന്നതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ? കേൾക്കുന്നില്ലേ? മഴ കാരണം തോന്നുന്നു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ ഒരു ഏറ്റവും ആഴത്തിലുള്ള ഒരു ഇമോഷണൽ നീഡ്സ് ആണ് നമ്മളെ ആരെങ്കിലും ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെ, നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പറയുന്ന അതേ ഫീലിങ്സ് അവരത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്കൊക്കെ ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലെ. അതിൽ അവര് പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നും വേണ്ട, പക്ഷെ അതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യപ്പെടുക എന്നത് അതൊരു ആവശ്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിക്. ഞാനൊരു കഥ പറയാം. ആ കഥയില് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവർക്ക് നമുക്ക് ഒരു പേരിടാം. ഭർത്താവ് ശ്യാമ്, ഭാര്യക്ക് ലീന എന്നുള്ളൊരു പേരും നമുക്ക് ഇടാം. അപ്പൊ കഥയും കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ശ്യാമ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വളരെ ലേറ്റ് ആയിട്ട്, വളരെ ടയേർഡായി വീട്ടിലെത്തുമ്പോ ഈ ഒരു സമയം നമ്മുടെ ലീന മുഖമൊക്കെ ചുമന്ന് എന്തോ സങ്കടപ്പെട്ട് കരഞ്ഞ ഒരു ഫീലിലാണ് ആള് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത് ശ്യാമ കാണുന്നുണ്ട്. എന്നിട്ടും ശ്യാമ ലീനയോട് പറയുന്നു, ഫുഡ് എടുത്ത് വെക്ക് എന്ന് പറയുന്ന സമയത്ത് ലീന പറയുന്നു, ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളുടെ അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, അത് സാരമില്ല, അമ്മയല്ലേ, നീ അത് ഒഴിവാക്ക്, അത് വലിയ വിഷയാക്കി എടുക്കണ്ട, അതൊന്നും വലിയൊരു വിഷയമല്ല, നീ അത് ഒഴിവാക്ക്, നീ എനിക്ക് ഫുഡ് എടുത്ത് വെക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലീന വളരെ വിഷമത്തോടെ ആണെങ്കിലും ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നു. പക്ഷെ അവളുടെ സങ്കടം മാറുന്നില്ല. അവള് മുഖമൊക്കെ ഇങ്ങനെ വീണ്ടും പഴയതുപോലെ തന്നെ ഇരിക്കുന്നത് കാണുമ്പോ ശ്യാമ കരുതുന്നുണ്ട്, ഞാൻ ഇവളെ ആശ്വസിപ്പിച്ചതാണല്ലോ, ഈ ചെറിയ കാര്യത്തിന് അമ്മ ഒരു വഴക്ക് പറഞ്ഞു എന്നതിന് ഞാൻ ആശ്വസിപ്പിച്ചതാണ്, ഞാൻ ഇത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇവള് കൊണ്ട് നടക്കേണ്ടതായിട്ടുണ്ടോ? അപ്പൊ ഇതാണ് ശ്യാമിന്റെ മനസ്സിലത്. പക്ഷെ ലീന ചിന്തിക്കുന്നത്, എന്നെ കേൾക്കുക പോലും ചെയ്യാതെ അതിനെ എന്നെ ആശ്വസിപ്പിക്കാണ് ശ്യാമ ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞത് എന്ന് പോലും ശ്യാമ ശ്രദ്ധിച്ച് കേട്ടില്ല. അപ്പോ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു, എനിക്ക് കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും ആരുമില്ല എന്നൊരു ഫീലാണ് ഈ ലീനയുടെ ഉള്ളിലുള്ളത്. അപ്പൊ ഇങ്ങനെ ലീനക്ക് തോന്നാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ കേൾക്കാതെ തന്നെ ശ്യാമ അത് ഇടയിൽ കയറി സംസാരിച്ചു. കേൾക്കാനുള്ളൊരു താല്പര്യം കാണിച്ചില്ല, അതിനെ ചെറുതായി കാണിച്ചു അല്ലെ. അപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് സൊല്യൂഷൻ ആവില്ല വേണ്ടി വരിക. എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എന്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെയാവും അല്ലെ. നമ്മളെ ആരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്, നമ്മള് ആദ്യമൊക്കെ ഇത് റിപ്പീറ്റ് ആയി എന്ന് കേൾക്കാൻ വേണ്ടി സംഭവം വീണ്ടും വീണ്ടും പറയും. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ കണ്ടില്ലേ, സ്റ്റാറ്റസ് ഒക്കെ വെക്കും. അല്ലെങ്കിൽ
എന്താണ് പറഞ്ഞിട്ടും കേൾക്കാൻ ഒരു സൈലന്റ് ആയി മാറും. ഇങ്ങനെയുള്ള ഒരു ഒരുപാട് പേരൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തിൽ അറിയായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ സൈലന്റ് ആയി മാറുന്ന ആളുകള് ചില നേരത്ത് ചെറിയ പ്രശ്നത്തിനൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മള് കരുതും ഇത്രയൊരു സില്ലി കാര്യത്തിനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവർ ഇത്രയൊക്കെ ഇതില് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവർ അതിന്റെ മുന്നേ വലിയ വലിയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ ഇത് ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. ഈ കൂട്ടർക്ക് ഫ്രസ്ട്രേഷൻസ് കൂടുതലായിരിക്കും. അവരെ ആങ്കർ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യും ഇവര്, അല്ലെങ്കിൽ വിഡ്രോവൽ ആയിക്കാണ്ട് ഇവരും ഉൾവലിഞ്ഞു പോകും. അപ്പൊ ഈ രീതിയിലോട്ടൊക്കെ ഇക്കോട്ടർ മാറുന്നത് ഇവരെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടും കേൾക്കാൻ ഒരാളില്ല എന്നൊരു രീതിയിലൊക്കെ ആ ഒരു എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മുടെ ലീനയുടെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്, എന്നെ മനസ്സിലാക്കാൻ എന്റെ ഭർത്താവ് പോലും എന്റെ ഒപ്പം ഇല്ല. ആ ഒരു ഫീലിംഗിൽ ഇരിക്കുമ്പോ അവരുടെ ബന്ധത്തിൽ എന്താ സംഭവിക്കുക? അകൽച്ച വരും അല്ലെ. അപ്പൊ അവള് ഇനി എന്തൊരു വിഷയം ഉണ്ടായാലും ചിലപ്പോൾ അത് പറയാതിരിക്കും. പറഞ്ഞാലും എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നൊരു തോട്ടുകാരന് അവൾ പറയാതെ ഉൾവലിഞ്ഞ് നടക്കും. അപ്പൊ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം ശ്യാമ ഇടയിൽ കയറി സംസാരിച്ചു, ഇലീനയുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്തു. ഇതൊന്നും വലിയ കാര്യമല്ല, എനിക്ക് ഓഫീസിലൊക്കെ ഇതിലും വലിയതുണ്ട്, കാരണം അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ പ്രശ്നമൊക്കെ നീ എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ അത് പറഞ്ഞത് ഡിസ്മിസ് ചെയ്തു. അതുപോലെ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അവൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഈ കഥയൊന്ന് മാറ്റി പറയാം. എങ്ങനെയാണ് ശരിക്ക് ഇവിടെ വേണ്ടിയിരുന്നത്, ഇവരുടെ ബന്ധത്തിൽ ഒരു വിള്ളലും ഏൽക്കാതെ ഏത് രീതിയിലാണ് ശ്യാമ പ്രതികരിക്കേണ്ടിയിരുന്നത് എന്ന് നമുക്ക് കഥയിൽ മാറ്റി പറഞ്ഞേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്യാമ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ട് വരുന്നു, ടയേർഡാണ്. ആൾ ഫുഡ് എടുത്തേക്കാൻ പറയുന്ന നേരം ലീന ഇത് ഒരമ്മ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞു എന്നൊരു സങ്കടം പറയുന്ന സമയം ശ്യാം അത് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് അത് നിർത്തിവെച്ച് അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞത് ഒക്കെ കൂളായിങ്ങാണ്ട് അത് കേട്ടിരുന്നെങ്കിൽ അവളത് നടന്ന സംഭവങ്ങളൊക്കെ അവൾ മനസ്സ് തുറന്ന് പറയുമായിരുന്നു അല്ലെ. അപ്പൊ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സാരമില്ലടാ, നിനക്ക് ആ സമയം നല്ല വിഷമമായിട്ടുണ്ടാവല്ലേ, നീ സങ്കടപ്പെടല്ലടാ, നിനക്ക് ഞാനില്ലേ, എന്ത് തന്നെ ആയാലും നിനക്ക് ഞാനില്ലേ, ഈ ഒരു വാക്കൊക്കെ മതി. അല്ലാതെ അയാൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അയാൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കഥ മാറിപ്പോയില്ലേ. അവളെ മനസ്സ് ക്ലിയർ ആയിരുന്നു, ആ സങ്കടം അവിടെ നിന്നിരുന്നു. പിന്നെ അവര് ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇത് നേരത്തെ പോലെയാണെങ്കിൽ അത് അവളുടെ മനസ്സിലെ സങ്കടം കിടക്കാണ്. പിന്നെയുള്ള എന്ത് കാര്യങ്ങളിലും എന്നെ കേട്ടില്ലല്ലോ, എന്റെ സങ്കടം മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് ഇങ്ങനെ അയാൾ ചെയ്തിരുന്നെങ്കിൽ അത് എന്തായാലും മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഫീലിങ്സ് ആരെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ മാത്രം മതിയാവും. അയാളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ അടുത്ത് നമുക്കൊരു അറ്റാച്ച്മെന്റ് കൂടും അല്ലെ. ഇമോഷണൽ സേഫ്റ്റി അതിന്റെ ഫസ്റ്റ് നമുക്ക് അവരുടെ അടുത്ത് ഉണ്ടാകുന്നത്, നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്കൊരു ഇമോഷണൽ സേഫ്റ്റി, സുരക്ഷിതത്വം നമുക്ക് തോന്നും. ഇവരോട് പറയാം, അവരോട് പറഞ്ഞാൽ ഒരിക്കലും ആശ്വാസം കിട്ടുമെന്നൊക്കെ തോന്നുന്ന നമുക്ക് ചുറ്റുവട്ടത്തിലുള്ളവരും ഉണ്ടാവും അല്ലെ. നമുക്കുണ്ടാവില്ല അതിന്റെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാള്. അതുപോലെ ഐഡന്റിറ്റി വാലിഡേഷൻ, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മളെ അവർ അംഗീകരിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അവരോട് സെൽഫ് വർത്ത് കൂടും. പിന്നെ ലോൺലെസ് കുറക്കും. ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഐസൊലേഷൻ അനുഭവപ്പെടുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. ബന്ധങ്ങൾ ശക്തമാകും. നമുക്ക് അഡ്വൈസ് കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പലപ്പോഴും ഡീപ്പ് കണക്ഷന് ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെ നമ്മൾ അവരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ബന്ധങ്ങൾ ശക്തമാകും. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു
കുടുംബങ്ങളുടെ ഇടയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നത് അവൻ ആ പ്രശ്നം പരിഹരിച്ചില്ല എന്നല്ലായിരിക്കും, അല്ലെങ്കിൽ അവൻ ആ പ്രശ്നം ശരിയാക്കിയില്ല എന്നോ അല്ലായിരിക്കും. എന്താണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്? അവൻ എന്നെ മനസ്സിലാക്കിയില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ കൂടുതലായിട്ട് പറയുന്നത് ഒരു കാര്യം അതാണ്. പ്രശ്നം പരിഹരിച്ചില്ല എന്നോ അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല എന്നോ അവനെ എന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും അവരവരെ മനസ്സിലാക്കണം എന്നൊരു തോട്ടായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പൊ ബന്ധങ്ങളിൽ യഥാർത്ഥമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ അറ്റൻഷൻ അല്ല, എഗ്രിമെന്റ് അല്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ല, പരസ്പരം ഫീലിങ്സ് മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. ഇതില്ലാതെ വരുമ്പോഴാണ് ചിലരൊക്കെ പറയില്ലേ, ചങ്ക പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെങ്കിൽ പറയൂ എന്നെ മനസ്സിലാക്കില്ല എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ശ്യാമ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, അല്ലാതെ തന്നെ അവളെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടപ്പോ അവരുടെ പ്രശ്നം പരിഹരിച്ചു. അയാൾ അദ്ദേഹത്തിന് ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ പ്രോമിസോ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കാൻ അമ്മയോട് ഞാൻ പറയാന്നോ അല്ലെങ്കിൽ പിന്നെ അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അമ്മയോടൊന്ന് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കും, ഒന്നും ചെയ്യാതെ തന്നെ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. നമുക്കും ഇതുപോലെ പ്രവർത്തിച്ചാല് നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് മാറാം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെന്ത് നമ്മളെ സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ എന്ത് തന്നെ പറയണമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക, ടോപ്പിക്ക് മാറ്റാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് അർജന്റ് ആയിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാല് നമുക്ക് 1-2 മിനിറ്റുകൾ നഷ്ടമായാലും അവർക്ക് അത് വലിയൊരു നേട്ടമായിട്ട് മാറും. അതുപോലെ അവന് ആരെങ്കിലും സംസാരിക്കുമ്പോൾ കമ്പയർ ചെയ്യാതിരിക്കാം. അപ്പൊ ചിലരൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പറയും, ഓ ഇതൊന്നും വലിയൊരു വിഷയമല്ല കേട്ടോ, ഇതിലും വലുതൊക്കെ മറികടന്നവനെ നമ്മളെ KK ജോസഫ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ ഇരിക്കും. ഇതിലും വലിയതൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, ഈ ഒരു സില്ലി കാര്യമാണോ ഇത്രയൊക്കെ കൊണ്ടുനടക്കുന്നത്, വിട്ടുകളാം. ചിലപ്പോ അവർക്കത് വലിയത് തോന്നിയതുകൊണ്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യാതിരിക്കാൻ. അതുപോലെ അവർക്ക് ഇങ്ങനെ ഇഗ്നോർ ഫീലിങ്സ് അവർ പറയുന്നത് നമ്മളിങ്ങനെ ഒഴിവാക്കി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്, എന്നാ ഇല്ലേന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധ പലയിടത്തും. ചിലർക്ക് സംസാരിക്കുന്നതിനിടയിൽ കണ്ടിട്ടില്ല, ഫോണ് എടുത്തങ്ങാണ്ട് സെർച്ച് ചെയ്യണു. അപ്പൊ മറ്റയാളതൊരു അവോയ്ഡ് ചെയ്യുന്ന മാതിരിയാണ്. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താല് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളും പ്രിയപ്പെട്ടവരായിട്ട് മാറും. അപ്പൊ ഇതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് വേണം, അതുപോലെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടാകും. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കൂടുതൽ നേരം സംസാരിക്കുമ്പോൾ തുമ്മല് കൂടുതൽ കയറി വരും. പെട്ടെന്ന് പറഞ്ഞു നിർത്തിയതാണ്. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. Good morning, Sajna ma'am. നല്ലൊരു ടോപ്പിക്കാണ് മാം, നന്നായിട്ട് എടുത്തു. മാമിന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് മാം ഇപ്പൊ പറഞ്ഞു. ബട്ട് നല്ല ടോപ്പിക്കാണ്. ഈ മാതിരി പ്രോബ്ലംസ് നമ്മൾ റിയലി ഡെയിലി ഫേസ് ചെയ്യും. അതും ഹസ്ബൻഡ് വൈഫ് പേരൻസ് ആയാലും ശരി, മക്കളായാലും ശരി, ഇത് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാം പറയണ മാതിരി വേർഡ്സ് ആണ് മോർ പവർഫുൾ. നമ്മള് വേർഡ്സ് ആർ മൈറ്റിയർ ദെൻ സോഡ് എന്ന് പറയുന്ന മാതിരി വേർഡ്സ് ആർ പവർഫുൾ ദെൻ സോഡ് ആക്ച്വലി. സോ നമ്മൾ ആ വേർഡ്സ് ത്രൂ ശരിക്കും അവരെ കംഫർട്ട് ചെയ്യാൻ പറ്റും. ആ കംഫർട്ട് ഫീലിംഗ് ആണ് വേണ്ടത്. അല്ലാതെ ജസ്റ്റ് വിട് എന്നുള്ള പറയുന്നതിനേക്കാളും ഒന്ന് ജസ്റ്റ് ചേർത്തി പിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ബിലോങ്ങിങ് ഫീലിംഗ് ഉണ്ടാവും. ആ ബിലോങ്ങിങ് ഫീലിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓക്കെ എന്നെ മനസ്സിലാക്കി എന്നുള്ള ഒരു തോട്ട് വരും. അതുകൊണ്ട് എല്ലാവരും നമ്മൾ റിയൽ ലൈഫിലെ എല്ലാ റിലേഷൻഷിപ്സിലും ഈ വേർഡ്സ് ത്രൂ നമുക്ക് ആ റിലേഷൻഷിപ്പ് മച്ച് സ്ട്രോങ്ങർ ആക്കാൻ പറ്റും. അതേ രീതിയിൽ
അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും വെക്കാൻ പറ്റും. അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, റിലേഷൻഷിപ്സ് ആയാലും ശരി, മക്കളായിട്ടോ അച്ഛനമ്മയായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആങ്കറോ അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുന്നതായിട്ട് നമ്മളുടെ ബിഹേവിയർ ആണെങ്കിൽ അത് അവിടെ ബ്രേക്ക് ആവാൻ ചാൻസ് കൂടുതൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാൻ ചാൻസ് കൂടുതലാണ്. എനിവേ, ബെസ്റ്റ് വിഷസ് മാം. എൻ്റെ ബാച്ച്മേറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇന്ന് ട്യൂസ്ഡേ ആവുമ്പോ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ ആ തിരക്ക് ഞാൻ ആരാണ് സംസാരിക്കുന്നത് നോക്കിയപ്പോ സജ്ന മാം ആയതുകൊണ്ട് എന്തായാലും കയറണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് കയറിയതാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ബെസ്റ്റ് വിഷസ്. എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. താങ്ക് യു. ചന്ദ്ര മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. പറഞ്ഞ പോലെ പലപ്പോഴും പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു എന്നെ പോലെയുള്ള ആണുങ്ങൾക്ക് എല്ലാത്തിനും സൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എനിക്കും ഉണ്ട് ആ ടെൻഡൻസി. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഉടനെ പരിഹാരത്തിലേക്ക് നോക്കും. ഈ പറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണെങ്കിലും അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒക്കെ തോന്നലാണ്, ഇങ്ങനെയൊക്കെ പറയും. ഞാനും പറയാറുണ്ട്. അപ്പം അതൊന്നും അല്ല വേണ്ടത്. ഒന്ന് ജസ്റ്റ് കേട്ടിരിക്കുക, അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. സങ്കടങ്ങൾ പറയുന്നത് പരിഹാരത്തിന് വേണ്ടിയല്ല, കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നന്നായിട്ട് തന്നെ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ക്ലാസ് എടുക്കാൻ കാണിച്ച മനസ്സിനും താങ്ക് യു. സജന മാം. ഇവിടെയുണ്ട്. ഞാൻ ആരെങ്കിലും പറയണ്ടോന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഹലോ, എന്തായാലും നല്ല ഗുഡ് ക്ലാസ്. ഈവനിങ്. പറഞ്ഞോളൂ സർ. മാം പറഞ്ഞോ, ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞോളാം. പറഞ്ഞോളൂ. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ തലമുറകൾക്കൊക്കെ മനസ്സിലാക്കേണ്ടിയും മാറ്റേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ സാറ് പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്ക് തോന്നുന്നു മെയിലിന്റെ ഒരു സൈക്കോളജി തന്നെയാണ് നമ്മൾ കേൾക്കാനുടനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവണത. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം ആഗ്രഹിക്കുന്നത് കേൾക്കുക, അവര് പറയുന്ന അവരുടെ വിഷമം അതേപടി കേൾക്കുക, മനസ്സിലാക്കുക എന്നതാണ്. അത് കഴിഞ്ഞ് സൊല്യൂഷൻ അവർ ആഗ്രഹിക്കുമ്പോൾ അല്ലെ അവർ ചോദിക്കുമ്പോഴാണ് അവർക്ക് അതിന്റെ സൊല്യൂഷൻ കൊടുക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി അങ്ങ് സൊല്യൂഷൻ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്യും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്ത് പഠിക്കാൻ നേരത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആൻസർ അറിയാമെങ്കിലും സ്റ്റെപ്പാണ് മാർക്ക് കിട്ടാന് അല്ലെ ടീച്ചർമാരൊക്കെ നോക്കുന്ന എത്രയൊക്കെ സ്റ്റെപ്പ് കിട്ടി, എങ്ങനെ ഉത്തരം കിട്ടിയെന്നാണ്. അതുപോലെ തന്നെ ഇതായാലും അവരുടെ എന്താണ് പ്രശ്നം അവരെ കേൾക്കുക. എനിക്ക് ഇപ്പം ഷ്യാമിന്റെയും ലീനയുടെയും കാര്യം പറഞ്ഞപ്പോൾ എവിടെയാണ് എന്ത് പറഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്തത്, അമ്മയുടെ ടോൺ എങ്ങനെയായിരുന്നു, നീ എന്ത് പറഞ്ഞു, അപ്പൊ മൊത്ത രീതിയിലൊന്ന് കേട്ടിട്ട് നമ്മൾ അതിനെ വിലയിരുത്തി അവർക്ക് സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂഷൻ കൊടുക്കുക, അല്ല അവർക്ക് കേൾക്കുക മാത്രമാണെങ്കിൽ അത് നമ്മൾ ചെയ്യുക. നമ്മൾ പെട്ടെന്നുള്ള ഉത്തരവാണ് നമുക്ക് പ്രശ്നം. ഇതെനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള ആണുങ്ങൾ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ, കാരണം അവരങ്ങനെയാണ് കാണുന്നത്, അവർക്ക് പെട്ടെന്ന് സൊല്യൂഷനാണ് വേണ്ടത്. അവര് തിരിച്ചു പറയുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആണുങ്ങൾ ആഗ്രഹിക്കുക അവർക്ക് പെട്ടെന്ന് സൊല്യൂഷനാണ് അല്ലെ. ആണുങ്ങളെ ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുമ്പോൾ സ്ത്രീകള് ഇമോഷണൽ പരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. പക്ഷെ ഇതുകൊണ്ടാണ് റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്ഷിപ്പിലായാലും ഫാമിലിയിലായാലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഇപ്പൊ മാം പറഞ്ഞതിന്റെ തൊട്ട് എന്താണോ ലീനെ ആഗ്രഹിക്കുന്നത് ആ ലെവലില് കേൾക്കുക, മനസ്സിലാക്കുക, പ്രതികരിക്കുക. അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സമാധാനമായി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഈ പറയുന്ന എനിക്കും നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഇത്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു അഭി സർ. താങ്ക് യു സജ്ന മാം.
നല്ല ടോപ്പിക്കാണ് കേട്ടാ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. ഉദാഹരണ സഹിതമൊക്കെ പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും ക്ലിക്ക് ആയിട്ടുണ്ടാവും സംഭവം. എനിക്കും തോന്നുന്നത് മെയിൽസ് ഒക്കെ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് എന്താണെന്ന് വിശദമായിട്ട് കേൾക്കാനുള്ള ക്ഷമ പോലും ഉണ്ടാവൂല. അവരപ്പൊ തന്നെ അതിനുള്ള സൊല്യൂഷൻ പറയും. അപ്പൊ എന്തായാലും നല്ലൊരു ഫീമെയിൽസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ മുമ്പത്തേക്കാളൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒന്ന് സജ്ന ആഡ് ആരെ സജ്ന അലിയ മാം, ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യട്ടെ. ഒന്ന് ജസ്റ്റ് ബിക്കോസ് ഇപ്പോ അബ്ദുൾ റഫ് സാറും അബി സാറും പറഞ്ഞപ്പോ സജ്ന മാമും പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു ലീഗൽ ആംഗിളിലിരുന്നും പറയാനുള്ള ഒരു തോട്ട് ഫീലായി. ദാറ്റ് ഈസ് ഇപ്പൊ ബാക്കി റിലേഷൻഷിപ്സ് ഈ വേർഡ്സ് കൊണ്ട് ഇപ്പൊ മക്കളായിട്ട് വരുമ്പോഴും അതൊക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഡെലിക്കേറ്റ് റിലേഷൻഷിപ്പ് ആണ്. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ അത് വലുതാവുന്നല്ലാതെ ചെറുതാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഫീൽ ആയത് എന്തറിയോ, നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മളുടെ ആൺമക്കളെ വളർത്തുന്നതും അത് നമ്മുടെ സൊസൈറ്റി ആയാലും ശരി, അത് എന്താ പറഞ്ഞാൽ ഇപ്പോ സപ്പോസ് ഈ മാതിരി ഒരു സോഫ്റ്റ് ഫീലിങ്ങോ അല്ലെങ്കിൽ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി എന്ത് പറയും, ഹെൻപെക്ഡ് ആയി എന്നുള്ള രീതിയിൽ ലേബിൾ ചെയ്യും. ഭാര്യ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്, ഭാര്യനെ ഇത്രമാത്രം എന്തിനാ തലയിൽ കയറ്റി വെക്കുന്നു, ഈ രീതിയിൽ ചിലപ്പോ അമ്മയായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആണ്. ഈ ഓരോ റിലേഷൻഷിപ്പിലും അത് മനസ്സിലാക്കണം. അതേ രീതിയിൽ വൈഫായാലും അത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തു. ഇപ്പൊ സജ്ജ മാമി ആ സ്റ്റോറി വെച്ചിട്ട് പറയുമ്പോൾ ആള് ടയേർഡ് ആയിട്ട് പുറത്തുനിന്ന് വന്നാണ്, വരുമ്പോ തന്നെ ഇത് പറയുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും. സോ പലപ്പോഴും സൊസൈറ്റിയാണ് ഇത്. എനിക്കിപ്പോ എന്റെ മോൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് റീസെന്റ്. അപ്പൊ എനിക്കത് കൂടുതൽ ആ രീതിയിൽ ചിന്തിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയാറുണ്ട്, അവളെ മനസ്സിലാക്കണം, അവളെ സപ്പോർട്ട് ചെയ്യണം, അവളെ കുക്ക് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യണം. എനിക്കിത് അവൻ ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും വരും, നല്ല മൂഡാണെങ്കിൽ വന്ന് രണ്ട് അവന്റെ പാത്രങ്ങൾ, സിങ്കിലെ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴുകുന്നല്ലാതെ. പക്ഷെ ഞാൻ എപ്പോഴും അവന്റെ അടുത്ത് പറയും, അവള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവളിന് കൂടുതൽ കുക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാക്കണം അത്. സോ വി ആർ ഓൾ റെസ്പോൺസിബിൾ. നല്ലൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് കൊണ്ടുപോകണം പറഞ്ഞാൽ ഫ്രീഡം കൊടുക്കുക. അവരുടെ വൈഫായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചോട്ടെ, നല്ല റിലേഷൻ ബിൽഡപ്പ് ചെയ്യട്ടെ എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി പേരൻസിന്റെ ആണ്, സൊസൈറ്റിയുടെ ആണ്. സോ ഈ വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് ബോണ്ടില് ആ ബോണ്ട് സ്ട്രോങ് ആവാനാണ്. ബാക്കി റിലേഷൻഷിപ്സിൽ പിന്നെയും ലൈഫ് ലോങ് ബോണ്ടാണ്. ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, വേഗം പിരിയാൻ പറ്റുന്ന ബോണ്ടാണ്, ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ബോണ്ടാണ്. ബാക്കി എല്ലാം ബോണ്ട് ഏത് രീതിയിലും പേരൻസ് ആയിട്ട് നമ്മൾ എന്റെ അച്ഛനമ്മ അല്ല, എന്റെ ബ്രദർ സിസ്റ്റർ അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് അത് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ബട്ട് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വളരെ ഡെലിക്കേറ്റ് ആണ്. വേർഡ്സ് ക്യാൻ ബ്രിങ് ദം ടുഗെദർ ഇൻ എ സ്ട്രോങ് വേ എന്നുള്ളത് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. ചന്ദ്രാമയം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. ചെറിയ കാര്യം മതിയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അത് നന്നായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവമായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. ഓ, ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ. കറക്റ്റ് നമ്മളുടെ ടൈം കറക്റ്റ് ആണ് സജ്ജന മാം. 5:30 to 6 മണിയാണല്ലോ നമ്മളുടെ ടൈം. കറക്റ്റ് 6 മണിയായേക്കാണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ. Yes, ma'am. Wishing all a very good day. താങ്ക് യു. ബൈ. Bye. Okay.